അല്ല, അത് രാഷ്ട്രീയപരമായിട്ട് എൻ്റെ രാജി എന്തിനു വേണ്ടിയാണ്? രണ്ട് കാര്യത്തിനാണ് അന്ന് ഞാൻ രാജിവെക്കുന്നത്. ഒന്ന്, ഈ സർക്കാർ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന വനം ഭേദഗതി ബില്ല് നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്താണ്. അത്രയും ഭീകരമായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം നൽകുന്ന, കേരളത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകൾ ഫോറസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാക്കുന്ന അമെൻമെൻറ്റുകൾ കൊണ്ടുവരുന്ന, മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കുടിവെള്ളം എടുക്കാൻ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വേണ്ടി വരുന്ന അമെൻമെൻറ്റ് ബില്ലായിരുന്നു. അതത്രയും രാഷ്ട്രീയമായൊരു ചർച്ചയാക്കുക എന്നതായിരുന്നു ആ രാജിയുടെ ആദ്യത്തെ ഉദ്ദേശം. ഞാൻ അന്ന് തന്നെ പറഞ്ഞ. രണ്ടാമത്തെ ഉദ്ദേശം, ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ സ്റ്റാറ്റസ് കോ നിലനിർത്തിപ്പോയതാണ്. കേരളത്തിലെ ഇന്ന് ജനങ്ങളുടെ മാനസികാവസ്ഥ പിണറായിസത്തിനെതിരെ അളക്കാനുള്ള ഒരു വലിയ അളവുകോലായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ മാറ്റുക. 30,000-ൽ വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു കയറുന്ന ഒരു രാഷ്ട്രീയ ചിത്രം. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അളവുകോലായിട്ട് കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിലുണ്ടാകുക. ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്ന് റിസൈൻ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഉറപ്പല്ലേ CPM-നെ സംബന്ധിച്ച് ഒരു രക്ഷയില്ല, അവർക്ക് ഒരു ഇഞ്ച് അവിടെ കരകയറാൻ കഴിയില്ല എന്നുള്ളത്. ഒരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. ഇപ്പം സ്ഥാനാർത്ഥി അന്വേഷിച്ച് നടക്കുക. ആരടുത്തൊക്കെ എത്തി ഞാൻ പറയണോ? ഞാൻ അങ്ങനെ പറഞ്ഞ് വഷളാക്കാൻ നിൽക്കുന്നില്ല. ഒരു മനുഷ്യരുടെ മുന്നിൽ കൊണ്ടു നിർത്തി ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയാനുള്ള ഒരു സ്ഥാനാർത്ഥിയെ പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം CPM-ന്റെ ജില്ലാ കമ്മിറ്റി അന്തമിട്ട് നടക്കുകയാണ്. കുറേ മുസ്ലിം നാമധാരികൾ എടുത്തു പോകുന്നുണ്ട്, കുറേ ക്രിസ്ത്യൻ നാമധാരികൾ എടുത്തു പോകുന്നുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ നോമിനേഷൻ കൊടുത്താൽ മതി, ഒന്ന് വന്നാൽ മതി, ഒന്ന് നിന്നാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കൂടെ. ഇതാണല്ലോ അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞത്. അൻവർ പോയ അന്ന് തന്നെ പോയി പനമരം പഞ്ചായത്ത്. ആ പനമരം പഞ്ചായത്തിലെ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. എന്താ CPM-ൻ്റെ നിലപാട്? അവിടെ പനമരത്തെ ബെന്നി എന്ന് പറഞ്ഞ സ്വതന്ത്ര മെമ്പർ തൃണമൂലിന് പിന്തുണ പ്രഖ്യാപിച്ച് LDF ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ വോട്ട് നൽകി പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ UDF തീരുമാനിച്ചപ്പോൾ അവിടെ 6 സീറ്റ് ലീഗിനും 5 സീറ്റ് കോൺഗ്രസിനുമാണ്. ലീഗിനാണ് പ്രസിഡൻഷിപ്പ്. അതിൽ 3 സ്ത്രീകളാണ്. ജനറൽ പ്രസിഡൻ്റാണ്, ആർക്കും ആവാം. മുസ്ലിം ലീഗ് എന്താ തീരുമാനമെടുത്ത്? ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു അവിടെ മെമ്പറായിട്ട്, അവരെ പ്രസിഡൻ്റാക്കാൻ തീരുമാനിച്ചു. എന്താ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പറഞ്ഞത്? നിങ്ങളൊക്കെ വാർത്ത കൊടുത്താണല്ലോ. ആരാണ് ആ പെണ്ണിനെ പ്രസിഡൻ്റാക്കിയെന്ന് വെച്ച്? ആദിവാസികളുമായിട്ടുള്ള അവരുടെ പെരുമാറ്റത്തിൻ്റെ അവരുടെ ഏറ്റവും വലിയ തെളിവാണ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അവഗണിച്ചത്. മുസ്ലിം ലീഗ് എന്താ ചെയ്തത്? അവർക്ക് ഹസീന എന്ന് പറഞ്ഞാൽ നല്ല പരിചയസമ്പന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ട്, മെമ്പർ, അവരെ പ്രസിഡൻ്റാക്കാം. ഒരു ജനറൽ പ്രസിഡൻഷിപ്പുള്ള ഒരു പഞ്ചായത്തിൽ ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു പഞ്ചായത്ത് മെമ്പറെ അവിടെ പ്രസിഡൻ്റാക്കി മുസ്ലിം ലീഗ്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ മാതൃക കാണിച്ചു. CPM-ഓ? ആരാ ആ പെണ്ണിനെ പ്രസിഡൻ്റാക്കിയത്? മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നു. ആരാ പറയണത്? CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറെ. അപ്പം ഈ സമൂഹത്തോടുള്ള അവരുടെ അവജ്ഞതാണ്. ഇന്നലെയും ചവിട്ടിക്കൊന്നല്ലോ തൃശ്ശൂരിൽ ആന. 16-ാമത്തെ മന്ത്രിയുടെ പാട്ട് പാടാൻ നടക്കുക. മരിക്കണ മുഴുവൻ ഗോത്രവർഗത്തിൽപ്പെട്ടവരും മറ്റവരല്ലേ? 60-70% ഈ 45 ദിവസം കൊണ്ട് മരിച്ചത്. എന്താ മന്ത്രി പറയുന്നത്? കാട്ടിലാണ്. ആദിവാസികൾ കാട്ടിലല്ലാതെ നാട്ടിലിറങ്ങി നിൽക്കുമോ? മന്ത്രി പറയുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഈ ഗവൺമെൻറ് 2016 അധികാരത്തിന് വന്നതിന് ശേഷം ഈ നാട്ടിൽ നിന്ന് കാട്ടിൽ പോയി താമസിക്കുന്നവരാണ് ഇവർ. തെറ്റിദ്ധരിപ്പിക്കല്ലേ? പച്ചയായി തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഇങ്ങനെ ഒരു ഗവൺമെൻറ്, ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ടോ? വനാവകാശ നിയമം കാറ്റിൽ പറത്തല്ലേ? അപ്പം ഇതാണ് സ്ഥിതി. ഈ ആദിവാസികളുടെ ദളിതരുടെ ഒക്കെ വിടും നിങ്ങൾ. ഈ പറയുന്ന ഇപ്പോൾ തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാ വർക്കർമാർ ആരായി പാവങ്ങൾ? എന്താ നിലപാട്? ഇതല്ലേ ഇവരുടെ നിലപാട്? ഇപ്പം കൊച്ചിയിൽ വലിയ ഇൻ്റർനാഷണൽ സബ്മിറ്റ് നടക്കുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റ്. അതിന് വലിയ തിരക്കാ. മനസ്സിലായില്ലേ? എവിടെയും പണം അടിച്ചു മാറ്റണതാണ്.
കൊടുക്കാനുള്ള ഈ പട്ടിണി പാവങ്ങൾക്ക് പെൻഷനും കൊടുക്കൂല, ഓണറേറിയവും കൊടുക്കൂല, ശമ്പളവും വർദ്ധിപ്പിക്കൂല, ഒന്നുമില്ല. ഉന്നത ജാതന്മാർക്ക് എന്താ ഈ പറയുന്ന ഇരട്ടിയിലധികവും ഒന്നുമില്ല. ചോദിച്ചാലേ ചിരിച്ചു തള്ളുക. എത്ര ദിവസം ചിരിക്കും? ഇനി ആകല്ലേ 432 ദിവസമാണ് ഈ ഗവൺമെൻറ്റിന്. ആ 432 ദിവസത്തിന് കാത്തു നിൽക്കുക. ഓരോ ദിവസം ആളുകൾ സഹിച്ചു നിൽക്കുക. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയം.